Max Wings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program is sponsored by Gulf Echo in association with സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. Alloy General Trading LLC, Sharjah, UAE. Arabian Grill Restaurant, Discovery Garden, Al Basha, UAE. Desert Rose is one of the best professionally managed tour operators in UAE. Aris Group UAE. Green Chilies, Discovery Garden, Dubai, UAE. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവകാശം 5 ആണ്. സലാം മടക്കൽ, മയ്യത്തിനെ പിന്തുടരൽ, രോഗിയെ സന്ദർശിക്കൽ, തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കൽ, ക്ഷണിച്ചതിന് മറുപടി നൽകൽ. റംദാൻ മാസത്തിൽ നമ്മൾ എത്രത്തോളം പുണ്യപ്രവൃത്തി ചെയ്യുന്നുവോ അത്രത്തോളം പടച്ചവനുമായി ചേർന്നിരിക്കുന്നു. റംദാൻ മാസത്തിലെ മറ്റൊരു റംദാൻ വിരുന്ന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ശരീരത്തിൽ സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ശരീരം പേറി നടക്കുന്ന നാം അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി, മൻ അറഫ നഫ്സഹു അറഫ റബ്ബ. സ്വന്തം ശരീരത്തിലെ അത്ഭുതങ്ങൾ ഒരു മനുഷ്യൻ ശരിയാവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവന് ഈശ്വരൻ്റെ അടുത്തെത്താൻ അല്പം പോലും പിന്നെ സമയം ബാക്കി വേണ്ട. ദൈവത്തെക്കുറിച്ച് അറിയാതെ അവൻ ചിന്തിച്ചു പോകും, അള്ളാഹുവിലേക്ക് അവൻ അറിയാതെ എത്തും. ഏതാനും ഉദാഹരണങ്ങൾ നോക്കുക. നമ്മുടെ മൂക്ക് കൊണ്ട് 50,000 വ്യത്യസ്ത ഗന്ധങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. മനുഷ്യൻ്റെ മൂക്ക് 50,000-ഓളം വ്യത്യസ്തമായ ഗന്ധങ്ങളെ പിടിച്ചെടുക്കാൻ കഴിവുള്ളതാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഈ മൂക്കിൻ്റെ ഒരു അത്ഭുതം നോക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ഗന്ധവും അതിനെ ബാധിക്കുന്നതല്ല, അതിനതിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നല്ല സുഗന്ധങ്ങളെ, വാസനകളെ അറിയാനുള്ള മൂക്കിൻ്റെ കഴിവിനെ ഹൈപ്പറോസിയ എന്ന് പറയും. ഗന്ധങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയെ അനോസ്മിയ എന്നും പറയുന്നു. എന്തൊരത്ഭുതമാണ്! ഉണർന്നിരിക്കുമ്പോൾ ഈ ഗന്ധങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള നമ്മുടെ നാസികക്ക് ഉറങ്ങിക്കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. ശിശുക്കൾ ഒരു ദിവസം കുറഞ്ഞത് 300 തവണയെങ്കിലും ചിരിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ? തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞ് അറിയാതെ അത് മനോഹരമായി പുഞ്ചിരിച്ച് ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിച്ച് പൊഴിച്ചുകൊണ്ടിരിക്കും. അമ്മൂമ്മമാരും കാരണവന്മാരും ഒക്കെ പറയും, മാലാഖമാരെ കണ്ട് പുഞ്ചിരിക്കുന്നതാണ്, സ്വപ്നം കണ്ട് പുഞ്ചിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യൻ്റെ നൈസർഗികമായ സ്വഭാവം പുഞ്ചിരിയാണെന്ന് ആ ശിശു കാട്ടിത്തരികയാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ശരാശരി 100 തവണയാണ് ഒരു മനുഷ്യൻ ചിരിക്കുക. നമ്മുടെ മലയാളികളെക്കുറിച്ചല്ല അത് പറഞ്ഞത്. മലയാളികൾ പൊതുവെ ചിരിക്കാൻ പിശുക്ക് കാട്ടുന്നവരാണ്, വൈമുഖ്യം കാട്ടുന്നവരാണ്. മനുഷ്യന് ഈ കഴിവ്, പുഞ്ചിരിക്കാനുള്ള കഴിവ് തന്നത് ആരാണ്? മനുഷ്യനല്ലാത്ത ലോകത്ത് ഒരു ജീവിയും ചിരിക്കുന്നില്ല, പുഞ്ചിരിക്കുന്നില്ല. ചിരി എന്നുള്ളത് വെറും ചുണ്ടിൻ്റെ വ്യായാമമല്ല, തലച്ചോറിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ആ അർത്ഥത്തിൽ യഥാർത്ഥമായ പുഞ്ചിരി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്. ലോകത്തൊരു ജീവിക്കും അതിനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിൽ ഒരു വസ്തു പതിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തലച്ചോറിലേക്ക് അത് മെസ്സേജ് കൊടുക്കുകയും ശരീരം ഉടൻ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് നാം നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കാണുമെന്ന് നോക്കുക.
ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് അത് കണ്ണ് ശരീരത്തിന് തലച്ചോറിന് മെസ്സേജ് കൊടുക്കും. തലച്ചോറ് ഉടൻ തന്നെ പ്രതികരിച്ച് ഉടൻ തന്നെ അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ അവലംബിക്കും. എന്നാൽ എന്തൊരു അത്ഭുതമാണ്, നമ്മുടെ കണ്ണ് മൂക്കിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കണ്ണത് അവഗണിച്ച് കളയുന്നു, മൂക്കിനെ ശ്രദ്ധിക്കുന്നതേയില്ല. ദൈവം തമ്പുരാൻ മനുഷ്യ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച മഹാത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയാതെ നാം അള്ളാഹുവിലേക്ക് അടുത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്, സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. മനുഷ്യ ശരീരത്തിൽ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ നാം അനേകം സൃഷ്ടിച്ചിരിക്കുന്നു. അവയൊക്കെ മനസ്സിലാക്കാനും സർവശക്തനെക്കുറിച്ച് കൂടുതൽ അറിയാനും ചിന്തിക്കാനുമുള്ള വേളയാണ് റമദാൻ വ്രതാനുഷ്ഠാന നാളുകളെന്ന് നാം ശരിക്കും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. റംദാനിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നു, പിശാചുക്കൾ ചങ്ങലകളായി ബന്ധിക്കപ്പെടുന്നു. നമസ്കരിക്കുന്നവന് നമസ്കാരത്തിൻ്റെ വാതിൽ, സക്കാത്ത് നൽകുന്നവന് സക്കാത്തിൻ്റെ വാതിൽ, ഇങ്ങനെ ഓരോ നന്മയ്ക്കും സ്വർഗ്ഗ കവാടം നമുക്കായി തുറന്നു തരികയാണ്. ഈ ഒരു നോമ്പ് കാലത്ത് ആരോഗ്യകരമായ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കാം എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻ്ററിലെ പ്രശസ്ത പീഡിയാട്രീഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ. ഡോക്ടറെ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അസ്സലാമു അലൈക്കും. ഡോക്ടർ, സാധാരണയായിട്ട് ഈ നോമ്പ് സമയത്ത് നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയം മാത്രമേ മാറുന്നുള്ളൂ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ഇഫ്താറിനും സുഹൂറിനും ഇടയ്ക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം, ഏത് ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇഫ്താറിനും സുഹൂറിനും ഇടയിൽ നമുക്ക് ആഹാരം അനുവദനീയമാണ്. നോമ്പെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് നമ്മൾ ആഹാര പാനീയങ്ങൾ വർജിക്കേണ്ടത്. പക്ഷേ ഈ സമയത്തും ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഒരു പ്രവണത എന്ന് പറയുന്നത് വളരെ ഇതിനൊരു കോമ്പൻസേറ്റ്, ഇത്രയും നേരം 15 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള നമുക്ക് അമിതമായി ആഹാരം കഴിക്കുകയും അനാരോഗ്യകരമായ ആഹാര പദാർത്ഥങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത സാധാരണ കണ്ടുവരുന്നുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നോമ്പിൻ്റെ തന്നെ ഒരു അന്തസ്സത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത്. കാരണം ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും ഇത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അത്യാവശ്യത്തിന്, അതായത് ഒരു 1/3 ഭക്ഷണം, 1/3 വെള്ളവും 1/3 നമ്മൾ വായുവിന് വേണ്ടി ഒഴിച്ചിടുകയും ചെയ്യുകയാണ് വേണ്ടത്. ഒരാൾ എത്രമാത്രം ഭക്ഷണം കഴിക്കണം എന്ന് ഉള്ളതിന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാളുകൾക്ക് നിവർന്ന് നിൽക്കാൻ വേണ്ടി അത്ര മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ സമയത്ത് ഒരുപാട് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ നോമ്പിൻ്റെ ഈ ഗുണം നമ്മൾ കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു വിപരീതമായുള്ള ഫലം ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ആരോഗ്യപരമായ ഒരു ആംഗിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. ഇഫ്താറിൻ്റെ സമയത്ത് നമുക്കറിയാം, ഇത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കും, വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ലഭിക്കേണ്ട ഗ്ലൂക്കോസും വെള്ളവുമാണ് നമുക്ക് ആ സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഈ പഴവർഗ്ഗങ്ങൾ, ഡേറ്റ്സിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലൂക്കോസ് ലഭിക്കും. കാൽഷ്യവും അതേപോലെ പൊട്ടാസ്യവും ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. വെള്ളം ധാരാളം കുടിക്കുക. ഡീഹൈഡ്രേഷന് നമ്മൾ ചായയും കാപ്പിയും ഒഴിവാക്കുക. കാരണം അതിൽ കെഫീൻ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അമിതമായിട്ട് ചായയും കാപ്പിയും കുടിക്കാതിരിക്കുക. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളും ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒഴിവാക്കുക. ഇതാണ് ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ സുഹൂറിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്താഴത്തിന് നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ എണീക്കുമ്പോൾ അവിടെ ചെയ്യാനുള്ളത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഫൈബർ കണ്ടൻറ്റുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ അരിയാണെങ്കിൽ നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ വൈറ്റ് റൈസ് അല്ലാതെ നമ്മൾ കുത്തരി ഉപയോഗിക്കുക. വീറ്റാണെങ്കിലും അതേപോലെ ബ്രൗൺ വീറ്റ് ഉപയോഗിക്കുക. ബ്രെഡാണെങ്കിലും അതേപോലെ തന്നെ തവിടോട് കൂടിയ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡും അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. കൂടുതൽ പച്ചക്കറി, വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ്, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഓട്സും ബാർലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ആ സമയത്ത് നമ്മൾ കഴിക്കുക.
പിന്നെ ഈ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ എണീക്കുമ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ള പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും നല്ലതല്ല. കാരണം ഒന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാരം ആണ്. അതിൽ നമുക്ക് ബർക്കത്തുണ്ട്, അല്ലെങ്കിൽ അതിൽ പുണ്യമുണ്ട് എന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ഇഫ്താറിനും സുഹൂറിനും നമുക്ക് അവലംബിക്കേണ്ടത്. വാക്സ്വിങ്സ് ഇവന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് പ്രസൻസ് മെട്രോ മെഡിക്കൽ സെന്റർ റമദാൻ വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം തികച്ചും താങ്ങാവുന്ന ചിലവിൽ. എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂവേമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽബദർ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674699694. രാവിലെ 8:30 മുതൽ രാത്രി 11 മണി വരെ. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. യാത്രാ സേവന രംഗത്തെ ഏറ്റവും മികച്ച നാമം, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. ദുബായ് ട്രാവൽസ്. മസ്കറ്റിൽ വിജയഗാഥകളുമായി 10 വർഷം പിന്നിട്ട ദുബായ് ട്രാവൽസ് മികച്ച സേവന പാരമ്പര്യവുമായി ഇപ്പോൾ ഒമാനിലുടനീളം. ദുബായ് ട്രാവൽസ് അൽ ഖുവൈർ, ദുബായ് ട്രാവൽസ് ഗോബ്ര, ദുബായ് ട്രാവൽസ് സീബ്, ദുബായ് ട്രാവൽസ് റൂവി, ദുബായ് ട്രാവൽസ് വാദി കബീർ, ദുബായ് ട്രാവൽസ് സോഹാർ ആൻഡ് ദുബായ് ട്രാവൽസ് സലാല. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഡെസർട്ട് ലൈൻ ഗ്രൂപ്പിന്റെ റമദാൻ ആശംസകൾ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Medical Devices and Equipments Company LLC UAE. Aris General Trading LLC UAE. Peanut Trading LLC UAE. Peveth Healthcare and Industrial Technologies Kerala India. ABS Associates Kerala India. Aris Group. Call 9714244457. Green Chilies, a multi-cuisine restaurant, Taste of Thunder. Green Chilies, Discovery Garden, Dubai, UAE. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഡെസർട്ട് റോസ് കുടുംബത്തിന്റെ റംസാൻ ആശംസകൾ. Desert Rose, our signature adventure desert safaris. Abu Dhabi and Dubai City Tour. Live a full day and overnight safari. In short, we are a one-stop shop for all your tour requirements. Desert Rose is one of the best professionally managed tour operators in UAE. Vaxwings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program is sponsored by Gulf Echo. അസ്സലാമു അലൈക്കും. ഖുർആൻ വാക്യങ്ങൾ അലയടിക്കുന്ന ഈ പുണ്യനാളുകളിൽ ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ ഉയർത്തുന്ന ഈ പാവന നിമിഷത്തിൽ നമുക്ക് സർവശക്തനായ അള്ളാഹുവിലേക്ക് അടുക്കാം. ഈ ലോകമോഹ ചിന്തകളിൽ നിന്നും മാറി ആത്മീയ നൽവരങ്ങളെ നൽകുവാൻ തക്കവണ്ണം മനസ്സുകളെ പുതുക്കി മാനുഷിക ജീവിതത്തിന് ആവശ്യമായ നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി ഈ ദിനങ്ങളിൽ നമുക്ക് തീരാം. റംദാൻ വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസി സമൂഹത്തിന് എൻ്റെ കുടുംബത്തിൻ്റെയും അലൻസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും റംദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ എന്ന ഈ മാസം നമുക്കായി അനുഗ്രഹിച്ചു തന്നത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും, അതാണ് ഞങ്ങൾ ഈ മാസത്തിലൂടെ നേടിയെടുക്കേണ്ട ആ ഒരു വിശുദ്ധിയും അത് തന്നെ നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അരിയറൊട്ടി റെസ്റ്റോറൻറ്റിൻ്റെയും റമദാൻ കരീം. അസ്സലാമു അലൈക്കും. റംദാൻ എന്ന് പറയുന്നത് ഒരു പുണ്യകാലമാണ്, വ്രതത്തിൻ്റെയും നോമ്പിൻ്റെയും ഒരു കാലം. ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഈ റംദാന് നോമ്പറക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷവും ഓരോ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മകളിൽ പോകാറുണ്ട്. ഏഷ്യനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും അൽ ജസീറ ട്രേഡിങ്ങിൻ്റെ പേരിലും റമദാൻ ആശംസകൾ. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബ്ലൂ മാർട്ട് ഗ്രൂപ്പിൻ്റെയും വൈഡ് റേഞ്ച് ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ റമദാൻ കരീം. പുണ്യങ്ങൾ പൂക്കുന്ന ഈ അനുഗ്രഹീത മാസത്തിൽ ആത്മശുദ്ധിയോടെ വ്രതശുദ്ധിയോടെ ദൈവപ്രീതിക്കായി ലോക ജനതയുടെ സമാധാനത്തിനും ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ബാത്ത് ലൈൻ ഗ്രൂപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. ഈ ഒരു റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൽ എന്തായാലും അതിന് അള്ളാഹുവിൻ്റെ ഉത്തരം കിട്ടുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരത്തിൽ സൗഹാർദ്ദങ്ങൾ എപ്പോഴും കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഒരു ആശയം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്. ആരാണോ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടും. പ്രത്യേകിച്ച് ഈ മാസത്തെ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു മാസമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ഈ റമദാൻ മാസത്തിൽ നല്ല നല്ല നന്മ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും മലബാർ ഗ്രൂപ്പിൻ്റെ പേരിലും റമദാൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആൻ അവതരിച്ച പുണ്യ റംസാൻ മാസത്തിൻ്റെ പ്രത്യേകതയായ ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ സിസ്റ്റാവിനോടുള്ള അടുപ്പം കാണിക്കാനുള്ള ഒരവസരമാണ്. ആത്മശുദ്ധി കൈവരിക്കാനും അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ആ സത്യവിശ്വാസി ആ സ്വയ സമർപ്പണത്തിൽ കൂടി നേടുന്നത് ആത്മീയവും ശാരീരികവുമായ ഒരു ക്ലീൻസിംഗ് ആണ്. അത് അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പാതയിൽ ആത്മവിശ്വാസം നൽകാനും നേരെ നിരയിൽ ചിന്തിക്കാനും അതിനുശേഷമായി അവൻ്റെ സ്വന്തം ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനും സഹായിക്കും. ഇങ്ങനെയുള്ള പുണ്യ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള ഈ പുണ്യ റമദാൻ മാസത്തിൻ്റെ എല്ലാ നന്മകളും ചേർത്തുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വ്യാപാര സ്ഥാപനമായ പവർ പ്രിൻ്റിൻ്റെയും പേരിൽ ഞാൻ എല്ലാവർക്കും, എല്ലാ ഏഷ്യാനെറ്റിൻ്റെ വ്യൂവേഴ്സിനും ഒരു നല്ല ആത്മീയമായ റമദാൻ ആശംസകൾ നേരുന്നു. Waxwings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program is sponsored by Gulf Echo. എന്തിനേച്ചി ഇത്രയധികം സ്വാദുള്ള ദോശ ഇഡ്ലിയും കഴിക്കാൻ ശരവണയോളം മറ്റൊന്നുമില്ല ഊട്ടിയെ. 10 വർഷമായി ഞങ്ങൾ ഈ സ്വാദിനപ്പാ. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്, ക്വാളിറ്റി വിതൗട്ട് കോംപ്രമൈസ്. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഗ്രൂപ്പ് 10 പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പരിശുദ്ധമായ റമദാൻ ആശംസകൾ നേരുന്നു. Nasser Alloy General Trading LLC. That everyone has to go. One place, less money, guaranteed. Nasser Alloy General Trading LLC. Sharjah, UAE. Arabian Grill, a passion of taste. Arabian Grill Restaurant, Discovery Garden, Al Basha, UAE. Opening soon. Al Khil Gate, Jumeirah Triangle. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഹെയർസ്റ്റൈൽസ് ലേഡീസ് ബ്യൂട്ടി സലൂണിന്റെ വക റംദാൻ ആശംസകൾ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ലോകമെമ്പാടുമുള്ള എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. Waxwings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program is sponsored by Gulf Echo. ടേസ്റ്റി വണ്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും റമദാൻ ആശംസകൾ. നോമ്പുകാരന് 2 സന്തോഷങ്ങളാണുള്ളത്. 1 നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, 2 നാളെ പരലോകത്ത് അവൻ്റെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷം. ഓരോ നോമ്പും തുറക്കുന്നത് വിഭവസമൃദ്ധമായ നോമ്പ് തുറ വിഭവങ്ങളോട് കൂടിയാണ്. ഇന്ന് നല്ലൊരു നോമ്പ് രുചി നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് ദുബായ് ഡിസ്കവറി ഗാർഡനിലുള്ള അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം പരിചയപ്പെടുന്നതിന് മുമ്പ് അറേബ്യൻ ഗ്രിൽസിൻ്റെ ഷെഫിനെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, റംദാൻ കരീം. പേര് പറഞ്ഞോളൂ. ഷെനൂബ് അല്ലേ? എന്തൊക്കെയുണ്ട്, നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റ് വേറെ ഔട്ട്ലെറ്റ്സ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ സമാരി റാസൽ ഖുറുണ്ട്, സമാരി റെസിഡൻസ്, പിന്നെ DIP ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ യൂറോപ്യൻ സെന്റർ. എത്ര വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്? 2013. ഓക്കെ, അറബിക് വിഭവങ്ങളാണ് കൂടുതൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒത്തന്റിക് അറബിക് ഡിഷസ് ആണല്ലേ? ഓക്കെ, ഹായ് ഷെഫ്, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എന്ത് നോമ്പ് രുചിയാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? മട്ടൻ കഫ്ത. മട്ടൻ കഫ്ത ശരിക്കും ഒരു പക്ക അറബിക് ഡിഷാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മിന്റ്,
പാഴ്സലി, ginger, garlic, potato, onion, ശരി, meat, മട്ടൺ tomato, മട്ടൺ അല്ലേ? mutton, yes, mutton, fresh mutton. ഫ്രഷ് മട്ടൺ. ഓക്കെ. Black powder and white pepper, ഓക്കെ. and salt. സോൾട്ട്, ടൊമാറ്റോ. അപ്പോൾ കാഫ്തയുടെ പ്രിപ്പറേഷൻ ഇവിടെ ആരംഭിക്കണം. ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ്? ആദ്യമായി നമ്മൾ ഈ ഫ്രഷ് മട്ടൺ മെഷീനിലിട്ട് അരച്ച് അതിൻ്റെ കൂടെ ഓണിയൻ, പാർസലി, ലിറ്റിൽ, ഓൺലി 2 pieces. 2 pieces. അപ്പോൾ നമ്മൾ 3 പീസാണ് കാഫ്ത ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് 1/4 ടീസ്പൂൺ. ഉപ്പ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. അതെല്ലാം കൂടി മെഷീനിൽ നമ്മൾ അരച്ചെടുക്കും. ഓക്കെ. അപ്പോൾ മട്ടൺ കബ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മട്ടൺ ആദ്യം നമ്മൾ അരച്ചെടുക്കണം അല്ലേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് കിച്ചൺ പാർട്ടിലേക്ക് പോയിട്ട് വരാം. ഞാനിങ്ങനെ അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറൻറ്റ് കിച്ചൺ പാർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മട്ടൺ കഫ്തയാണ് ഇതിൻ്റെ നോമ്പ് രുചി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സോസ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ്? മിൻറ്റ്, പാർസലി, 12 ഗാർലിക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ പൗഡർ, salt, ആവശ്യത്തിന് ഉപ്പ്, ടൊമാറ്റോ, ഓണിയൻ, 3 ഓണിയൻ, ഒരു 2-3 പീസ് ജിഞ്ചർ, ഒരു ചെറിയ പൊട്ടറ്റോ. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ഓക്കെ. ഫസ്റ്റ് സോസിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ, ഗാർലിക് 12 അല്ലി, ഒനിയൻ 3, പൊട്ടറ്റോ ഒരു ചെറുത്, 3 പീസ് ജിഞ്ചർ. ഓക്കെ. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? നന്നായി ചൂടാകുന്ന സമയത്ത് ടൊമാറ്റോ. ഓക്കെ. ഒരു 3 ടൊമാറ്റോ വിത്ത് പാർസലി, മിന്റ്. ശരിക്കും അറബിക് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ, അറബിക് ഡിഷസ് എന്ന് പറയുമ്പോൾ സ്പൈസി ആയിരിക്കില്ല അധികം. അപ്പോൾ സ്പൈസി ആയിരിക്കില്ല. അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെപ്പർ മാത്രമാണ് നമ്മൾ എരിവിനായിട്ട് ചേർത്തിരിക്കുന്നത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. നന്നായി സോൾട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇത് സ്പൈസി നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഇപ്പൊ സാധാരണ മലയാളീസിനാണെങ്കിൽ ഇത്തിരി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തിരി പെപ്പർ പൗഡർ കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അപ്പോൾ നന്നായിട്ട് സോൾട്ട് ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഓക്കെ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ കുറച്ച് ഓയിൽ, അതും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം പൊട്ടറ്റോ, ടൊമാറ്റോ, ഒനിയൻ, മിൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു അരോമ വരുന്നുണ്ട്. മട്ടൺ കഫ്തയ്ക്ക് ആവശ്യമായ സോസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഒന്നുകൂടി പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പിന്നെ ഗാർലിക് ഇട്ടു, ഓണിയൻ, ടൊമാറ്റോ, പൊട്ടറ്റോ, ജിഞ്ചർ, സോൾട്ട്, പാർസലി, മിന്റ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് അല്ലേ? സോസ് പരുവത്തിലാകണം. അപ്പോൾ ഇനി നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം പാകം ചെയ്ത് വെന്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോകുന്നു. ഓക്കെ. മട്ടൺ കഫ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി എന്താണ്? നമ്മൾ പാത്രത്തിൽ ഒഴിക്കുന്നു, വീണ്ടും അതിനെ ചൂടാക്കുന്നു. ഓക്കെ. മട്ടൺ കഫ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയാണ് അരച്ചെടുത്ത മിക്സ് ഒന്നുകൂടി ചൂടാക്കി കഴിയുമ്പോൾ മട്ടൺ കഫ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാണ്. ഇനി നമുക്ക് കഫ്ത റെഡിയാക്കണ്ടേ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കഫ്ത അത് ഷേപ്പ് ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ചിക്കൻ കഫ്ത നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പിലാക്കണം അല്ലേ? ഓക്കെ. അതിനുശേഷമാണ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നത്. അതും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഷാലോ ഫ്രൈ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓയിൽ എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം. അതും സൺഫ്ലവർ ഓയിൽ മാത്രമാണ്. കണ്ടല്ലോ, മട്ടൻ, അത് നല്ല ഫ്രഷ് മട്ടൻ.
മട്ടൺ കഫ്ത നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഷെഫ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ. ഓക്കെ, അതേ ഓയിലിൽ തന്നെ പൊട്ടറ്റോ റൗണ്ട് ഷേപ്പിൽ ഒരു 3 പീസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അല്ലേ? ഓക്കെ. അതിനുശേഷം എന്താണ്? അതിനുശേഷം നമ്മൾ പ്ലേറ്റിൽ വെക്കുന്നു, ഓവനിൽ കയറ്റി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടോ? അതെ. ഓക്കെ. എത്ര ഡിഗ്രി, എത്ര ടൈം, എത്ര ഡിഗ്രിയിലാണ് അത്? 200 ഡിഗ്രിയിൽ എത്ര ടൈം? ഓൺലി 3 മിനിറ്റ്സ് ആണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ റെഡിയായി അല്ലേ? മട്ടൺ കഫ്ത റെഡി ആയിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട്. മട്ടൺ കഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് 3 മിനിറ്റ് 200 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. സാധാരണ നമ്മൾ ടേസ്റ്റി വണ്ടേഴ്സിൽ ഒരുപാട് ഇഫ്താർ വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. മിക്കതും മലബാറി ഇഫ്താർ വിഭവങ്ങളാണ്. പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു അറബിക് വിഭവം കിട്ടിയിരിക്കുകയാണ്, മട്ടൺ കഫ്ത. അത് എത്ര 100% ഒറിജിനാലിറ്റിയോട് കൂടി പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ വിജയം. താങ്ക് യു ഷെഫ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഇഫ്താറിന് തീർച്ചയായിട്ടും നല്ലൊരു വെറൈറ്റി വിഭവം ആയിക്കൊള്ളട്ടെ. എന്തായാലും ഇത്രയും നല്ലൊരു വിഭവം ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. റമദാൻ കരീം. ഓക്കെ, ടേസ്റ്റ് വണ്ടേഴ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നല്ല രുചിയുമായി കാണും എന്ന പ്രതീക്ഷയോടെ മാസലാമ. വാക്സ്വിങ്സ് ഇവന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് പ്രസൻസ് മെട്രോ മെഡിക്കൽ സെന്റർ റമദാൻ വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. റമദാൻ 1-ാം ദിവസം ഒരു മാസത്തേക്ക് ഞാൻ നോമ്പ് പിടിക്കുന്നു എന്ന് കരുതിയാൽ നോമ്പ് ശരിയാകുമോ എന്നാണ് ചോദ്യം. ഒരിക്കലുമില്ല. ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും റമദാൻ വ്രതം വ്യത്യസ്തമാണ്. ഓരോ ദിവസത്തേക്കും തലേന്ന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അതാ ദിവസം രാത്രിയിൽ നിയ്യത്ത് ചെയ്തെങ്കിൽ മാത്രമേ പിറ്റേന്ന് പകലിലെ നോമ്പ് സാർത്ഥകമാകുകയുള്ളൂ. പകൽ സമയത്ത് നിയ്യത്ത് ചെയ്താലും മതിയാവുന്നതല്ല. അപ്പോൾ ഓരോ നോമ്പിനും അതാ ദിവസം രാത്രിയിൽ നിയ്യത്ത് വയ്ക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ റംദാൻ വിരുന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID ramdanvirunnu123@gmail.com. നാളെ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം അഞ്ജു. Waxwings Events and Flowers presents Metro Medical Center Ramadan വിരുന്ന്. Powered by Nallara Group. This program was sponsored by Gulf Echo in association with സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. Nasser General Trading LLC. Sharjah, UAE. അറേബ്യൻ ഗ്രിൽ റെസ്റ്റോറന്റ്, ഡിസ്കവറി ഗാർഡൻ, അൽ ബഷ, UAE. Desert Rose is one of the best professionally managed tour operators in UAE. Aris Group UAE. Green Chilies, Discovery Garden, Dubai, UAE.